ഇന്ന് നമ്മുടെ ക്ലാസ് ഡേ 2 ആണ്. 2ലേക്ക് എല്ലാവരും ചോദിക്കേണ്ടത് മൈലാഞ്ചിക്കോണും കൊണ്ടാണ് ഇടേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മൈലാഞ്ചിക്കോണല്ല വേണ്ടത്. ക്ലാസ് ഡേ 1ഉം 2ഉം മൈലാഞ്ചിക്കോണല്ല വേണ്ടത്. അത് വേണ്ട ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് ഒരു A4 സൈസ് പേപ്പർ, സ്കെയില്, റബ്ബറ്, പെൻസില്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബോർഡ് എടുക്കാം. ഇതുപോലൊരു ഫിംഗർ വരക്കാം. ഫിംഗറിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എളുപ്പമുണ്ടാവും. ഫിംഗേഴ്സ് വരക്കുന്ന സമയത്ത് ഇതൊരെണ്ണം മതിയാവും. നമുക്ക് വീണ്ടും വീണ്ടും വരക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെട്ടിയതിന് ശേഷം ഇതുപോലെ 5 വിരൽ വരച്ച് വെക്കാം. അപ്പം നമ്മളുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിരലിലാണ് ഡിസൈൻ ചെയ്യണത്. അപ്പം 4 ലൈൻ വരക്കുന്നുണ്ട്. 4 ലൈൻ വരച്ചതിന് ശേഷം താഴെയായിട്ട് ചെറിയ ചെറിയ ഹമ്പ് വരക്കാം. ഭയങ്കര ചെറുതായിട്ട് വേണം വരക്കാനായിട്ട്. അതുപോലെ സെയിം തന്നെ മുകളിലായിട്ടും വരക്കണം. അപ്പോൾ ആദ്യം 4 ലൈൻ വരച്ചിട്ട് ഹമ്പ് താഴത്തും മുകളിലുമായിട്ട് ചെറുതായിട്ട് ഇതുപോലെ വരക്കണം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗമായിട്ട് നന്നായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെൻസിൽ കൊണ്ട് തന്നെ ചെയ്താൽ മതി, മൈലാഞ്ചിക്കോൺ കൊണ്ട് ചെയ്യണ്ട. എന്നിട്ട് ഇതുപോലെ 2 റൗണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ ഷേപ്പിലൊരു പെറ്റൽ വരക്കാം. അപ്പം 3 പെറ്റൽസാണ് വരക്കേണ്ടത്. നമുക്ക് ഇതുപോലെ വരക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വരക്കാൻ പറ്റുന്നത് ആ രീതിയിൽ വരച്ച് എനിക്ക് അയച്ചു തന്നെ. പിന്നെ ഈ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. വെറുതെ ലൈൻ വരച്ചാൽ പോരാ, ഇത് ഷെയ്ഡിങ് ആയിട്ട് തന്നെ ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഈ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ആദ്യം തന്നെ കാണിച്ചു തരാം. ഇത് വരക്കലാണ്. നമുക്ക് വേണ്ടത് വരക്കലല്ല, ഷെയ്ഡിങ് ആണ്. ഷെയ്ഡിങ് എന്ന് പറയുമ്പം നമ്മളൊരു ഡിസൈൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ മൈലാഞ്ചിക്കോണാണെങ്കിലും പെൻസിലാണെങ്കിലും ഇവിടുന്ന് താഴത്തോട്ട് ഇങ്ങനെ വലിക്കലാണ്. ഇതാണ് ഷെയ്ഡിങ്. അല്ലാതെ ഇങ്ങനെ വരക്കാൻ നോക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഡോട്ട്സ് ഇടുമ്പോൾ ഒരു ഡോട്ട് വലുത്, പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെ വേണം പോകാനായിട്ട്. പിന്നെ ഒരേ ഫിംഗേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ നമ്പർ ഇട്ടോട്ടോ, 1, 2 എന്നുള്ള നമ്പർ ഇട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളെ കറക്ഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി രണ്ടാമത്തെ വിരലിലും ഇതുപോലെ തന്നെ 4 ലൈൻസ് ഇടണം. പക്ഷേ വിരലിൻ്റെ നടുവിലായിട്ട് വേണം ലൈൻസ് ഇടാനായിട്ട്. എന്നിട്ട് മിഡിൽ ഭാഗമായിട്ട് ഇതുപോലെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ മുകളിലും താഴത്തുമായിട്ട് ഹമ്പ് വരച്ചു കൊടുക്കാം. അതിനുശേഷം വരക്കേണ്ടത് ഇതുപോലത്തെ ഒരു വളഞ്ഞ ഡിസൈനാണ്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ 3 ലീവ്സ് വരച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ ലീവ്സ് വരക്കാനും ട്രിക്സ് ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലീവ്സ് എളുപ്പത്തിൽ വരക്കാനായിട്ടുള്ള ഐഡിയ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം വരക്കുന്ന സമയത്ത് സമാധാനത്തിൽ വരച്ചാൽ മതി, ധൃതി കൂട്ടി വരക്കേണ്ട. ഒരു കുത്തിടണമെങ്കിൽ പോലും അത് ഫിനിഷിംഗ് ആയിട്ട് ചെയ്താൽ മതി. സമാധാനത്തിൽ സമയം എടുത്ത് വരച്ചാൽ മതി. നമ്മൾ നെക്സ്റ്റ് വിരൽ വരക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഹമ്പ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ 4 ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ചെയ്യേണ്ട അടുത്ത് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും ലൈൻസ് തന്നെയാണ് വരക്കണത്. അപ്പോൾ അത് വിരലിൻ്റെ തുമ്പിൽ നിന്നിട്ടാണ് വരച്ചു തുടങ്ങിക്കണം കേട്ടോ. എന്നിട്ട് താഴെയായിട്ട് വീണ്ടും ഹംസ് വരച്ച്. ഇനി നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നെയാണ്. ജിലേബിൻ്റെ ഷേപ്പിൽ ഇതുപോലെ വരക്കാം. എന്നിട്ട് വേണം അതിന് ചുറ്റുമായിട്ട് ഹംസ് വരക്കാനായിട്ട്. എന്നിട്ട് ആ ജിലേബിൻ്റെ നടുവിലായിട്ട് ഒരു കുത്തിട്ട് കൊടുക്കാം. ഈ ജിലേബി എന്നൊക്കെ പറയണത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ടാണ്. ഈ ലീഫ് വരക്കാനുള്ള ട്രിക്സ് കണ്ട. നേരെ 2 ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഡോട്ട്സിൽ നിന്ന് താഴോട്ടായിട്ട് ആ ലീവ്സ് വരച്ചെടുക്കാം. ഇതുപോലത്തെ ലീവ്സ് ഒന്നും വരക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ കുത്തിട്ടിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഈ കുത്തിൽ നിന്നിട്ട് അടുത്ത കുത്തിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിലാക്കി വരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ശരിക്കും നോട്ട്സ് ചെയ്യുന്ന സമയത്ത് പെൻസിലും എല്ലാം അടുത്തെടുത്ത് വെച്ച് വീഡിയോ ഓൺ ചെയ്ത് എന്നിട്ട് ഞാൻ പറയണത് പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് നിങ്ങളുടെ നോട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നമ്മുടെ അടുത്ത വിരലിൽ വരച്ചപ്പം ഞാൻ 6 ലൈൻസ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ലൈൻസ് ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ് വരക്കണം കേട്ടോ. നല്ല റൗണ്ടായിട്ടൊരു ഫസ്റ്റ് റൗണ്ട് വരച്ച് എന്നിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കാം. 4 പെറ്റൽസ് ഞാൻ വരക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് 5ഉം 3ഉം ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ രീതിയിൽ വരക്കാം. എന്നിട്ട് നേരത്തെ കാണിച്ച ഷെയ്ഡിങ് അതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ആ ഡിസൈൻ വരച്ചതിന് ശേഷം ചെയ്യേണ്ടത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ 2 ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ട് രണ്ടും കൂടി ഒന്നാക്കിയിട്ട് ലീഫിനെ ഷേപ്പിലാക്കി എടുക്കാം. അതുപോലെ 3 ലീവ്സാണ് വേണ്ടത്.
മിഡിലിലെ ലീഫ് കുറച്ച് വലുതും ബാക്കി 2 ലീവ്സ് ചെറുതുമായിട്ടാണ് വരക്കേണ്ടത്. എന്നിട്ട് അതും ഡാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ 4 വിരൽ വരച്ചായിട്ടുണ്ട്. ഇനി 5ാമത്തെ വിരലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നമ്പേഴ്സ് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്പേഴ്സ് ഇട്ട് എനിക്ക് കറക്ഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്പേഴ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ 3ാമത്തെ വിരലിലെ തെറ്റാണ് അല്ലെങ്കിൽ 2ാമത്തെ വിരലിലെ തെറ്റാണെന്നൊക്കെ പറയാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ 5ാമത്തെ വിരലിലെ ഡിസൈന് 3 ലൈൻസ് മുകളിലും 3 ലൈൻസ് താഴെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം 2 ലൈൻസ് മാത്രം ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലും ഫുള്ളും നീളത്തിൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ഹംസ് വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വരക്കേണ്ടത് ചെറിയ ജിലേബിയാണ് വരക്കേണ്ടത്. അതുപോലെ വരച്ചതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് വരക്കണം. വലുതല്ല, ഭയങ്കര ചെറിയ പെറ്റൽസ് വരക്കണം. എന്നിട്ട് ആ പെറ്റൽസ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നോട്ട്സ് എല്ലാം ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരണം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞാൻ അയക്കേണ്ടത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വരച്ച് നല്ല നീറ്റായിട്ട് ഫോട്ടോ എടുത്ത് അയക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക്